ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ കള്ളി രുക്മിണി ഒരു തള്ളയെ ഏർപ്പാടാക്കി വിട്ടിരിക്കുവാണ്. ഹരീഷ് വരുന്ന സമയത്ത് ബോധം കെട്ട് വീഴാനും എന്തൊക്കെയോ അങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുവാണ്. അതനുസരിച്ച് ആ തള്ള ശരിക്കും അഭിനയിച്ചിട്ടുമുണ്ട്. ഹരീഷ് ഒന്നും മനസ്സിലാക്കാതെ തള്ളയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് അമ്മേ എന്ത് പറ്റിയതാ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അമ്മയ്ക്ക് പ്രഷർ വല്ലതുമാണോ? അയ്യോ പ്രഷറൊന്നും അല്ല മോനെ, തല കറങ്ങിയിട്ടാ. ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി. കള്ളു കുടിച്ച് ലക്കില്ലകാനും ഇല്ലാതാ നിൽക്കുന്നതെങ്കിലും ഹരീഷിനൊരു സംശയം. അല്ല, അമ്മയെ കണ്ടിട്ടേ ഒന്നുമില്ലാത്ത വീട്ടിലെയാണെന്ന് തോന്നുന്നില്ലല്ലോ. തള്ള ഭയങ്കരമായിട്ട് അഭിനയിച്ച് കരയുവാൻ. അയ്യോ അമ്മ കരയല്ലേ, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് മക്കളാരുമില്ലേ? എനിക്കൊരു മകനുണ്ട്, എൻ്റെ പൊന്നു മോനാവൻ. എൻ്റെ മകൻ പാവ, അവൻ ഗൾഫിലാണ്. എൻ്റെ മോൻ ഒന്നും അറിയുന്നില്ല. എൻ്റെ മരുമോളുണ്ടല്ലോ, അവൾ എന്നെ പൂട്ടിയിട്ടിരിക്കുക മോനകത്ത്. ഒരാഴ്ചയായിട്ട് അവൾ എനിക്ക് ആഹാരം തരുന്നില്ല. അപ്പോൾ ഹരീഷിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതായത് രുക്മിണി ഏർപ്പാടാക്കിയതാണെന്നല്ലോ അവന്മാരാണ് ഒളിച്ചതെന്നെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ദയാലൻ പറയും, എടാ നോക്കടാ, തള്ള തകർത്ത് അഭിനയിക്കുവാണല്ലോടാ. അവൻ്റെ പെറ്റമ്മയോട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ അറിഞ്ഞാലുണ്ടല്ലോ, അവൻ വന്ന് അവളെ കൊന്നുകളി അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ഹരീഷിന് പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർമ്മ വരിക. അമ്മ അവനോട് കരഞ്ഞോരോ കാര്യങ്ങൾ പറയുന്നു. അമ്മ എഴുന്നേക്ക്, ഞാൻ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. അയ്യോ എൻ്റെ പൊന്നു മോനെ, അത് വേണ്ട, അവൾ എന്നെ കണ്ടാൽ അവൾ ഉപദ്രവിക്കും. അത് മാത്രമല്ല, എന്നെ കൊണ്ടുചെന്നാക്കുന്ന മോനെ അവൾ വേണമെങ്കിൽ ചീത്ത പറഞ്ഞ് ഓടിക്കും. ഞാനിനി എന്ത് ചെയ്യാൻ പറ്റും? അമ്മ പറ. ഒന്നുമില്ല മോനെ, ഇതെല്ലാം എൻ്റെ തലവിധി. അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരട്ടെ? ഞാൻ ഈ നാട്ടിൽ നിന്ന് അങ്ങ് പോവുക മോനെ. മരുമോൾ എന്നെ കണ്ടാൽ കൊന്നുകളയും. അത് കണ്ടിട്ട് ദയാളും കൂട്ടുകാരനും പറയാം, കാശ് കൊടുത്താലെന്താ, അവരുടെ അഭിനയം ഉഗ്രനായിട്ടുണ്ടല്ലോടാ. ഋതികയും രാജുവും വന്ന് ജഗന്നാഥനെ കാണുക. ജഗന്നാഥൻ അതേ കോമാ സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. ഋതിക പറയാം, രാജു ഡോക്ടർ പറഞ്ഞത് അങ്കിൾ ഇങ്ങനെ കുറേ നാൾ കിടക്കുമെന്നാണല്ലോ. എന്ത് ചെയ്യാനാ ഋതു? അതായത് അപകടം കഴിഞ്ഞതിന് ശേഷം വർമ്മ സാർ ഇതേ സ്റ്റേജിലല്ലേ കിടന്നത്. അന്നത്തെ പോലെ എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ നടക്കണം, എന്നാലേ ജഗന്നാഥൻ അങ്കിളും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്കിൾ എണീക്കണം രാജു, എങ്കിൽ മാത്രമല്ലേ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആകത്തുള്ളൂ. എൻ്റെ അമ്മ നിരപരാധിയാണെന്നും ഞാൻ എൻ്റെ അച്ഛൻ്റെ മകളാണെന്നും ജഗന്നാഥൻ അങ്കിളിന് മാത്രമേ പറയാൻ പറ്റൂ. ബലിയാടാക്കിയ ഏക സാക്ഷിയാണ് ജഗനങ്കിള്. അങ്കിൾ എല്ലാ സത്യങ്ങളും എൻ്റെ അച്ഛനോട് തുറന്നു പറയണം രാജു. ഋതു, ഈ കുഴപ്പങ്ങളൊക്കെ മാറണമെങ്കിൽ മറ്റു മാർഗം ഒന്നുമില്ല ഋതു. പക്ഷെ ജഗന്നാഥങ്കിളിൻ്റെ കിടപ്പ് കണ്ടില്ല, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ അദ്ദേഹം തിരിച്ചു വരാനാ? രാജു, എൻ്റെ അമ്മാവൻ വന്നാലേ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമോ? ഋതുവിൻ്റെ അമ്മാവൻ അതാരാ? എന്താ രാജു ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? എൻ്റെ സ്വന്തം അമ്മാവൻ ഡോക്ടർ ദേവദത്തൻ. അത് ശരിയാണല്ലോ ഋതു, പക്ഷെ മൂപ്പരെ എവിടെ പോയി തപ്പിപ്പിടിക്കും? വല്ല കായലിൻ്റെയോ കടലിൻ്റെയോ അടിയിലിരുന്ന് തപസ് ചെയ്യുമായിരിക്കും. എന്തായാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ ഋതു? ശ്രമിക്കണം രാജു, എന്നാലേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. അമ്മാവൻ സിക്സ്ത് സെൻസ് ഉള്ള ആളല്ലേ. ഋതു ഒന്ന് മനസ്സിൽ വിചാരിക്ക്, അമ്മാവൻ പറഞ്ഞിങ്ങെത്തും. ഋതിക കണ്ണടച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രാജു, ഞാൻ വിചാരിച്ചു എങ്കിൽ അദ്ദേഹം ഇങ്ങെത്തും. അതിനു മുമ്പ് ഋതു, ഇവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. രുക്മിണി ആഗ്രഹിച്ച പോലെ വക്കീൽ വന്നിട്ടുണ്ട്. രുക്മിണി പറയും, എൻ്റെ വക്കീലെ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഡിവോഴ്സ് ഒന്ന് വാങ്ങിച്ചെടുക്കണം. അതിനെന്താ, നമുക്ക് ഡിവോഴ്സൊക്കെ വാങ്ങിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഒരേ ഒരു സംശയം, എന്താ വക്കീലെ, ഹരീഷ് ഇതിന് സമ്മതിക്കുമോ? അവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുവോ? അവൻ ഉറപ്പായിട്ടും ഒപ്പിടും വക്കീലെ. അതിനുള്ള പാരകളും വേലകളും ഒക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. വക്കീൽ പറയാം, വക്കീലിനോടും ഡോക്ടറോടും നുണ പറയരുതെന്നാ പ്രമാണം. നുണ പറഞ്ഞാലേ ചിലപ്പോൾ അതൊക്കെ അങ്ങ് തിരിച്ചടിക്കും. അതുകൊണ്ട് സത്യം പറ രുക്മിണി, ഈ ശ്രീലക്ഷ്മിക്ക് വാസ്തവത്തിൽ ഭ്രാന്തുണ്ടോ? രുക്മിണി പൊട്ടിച്ചിരിച്ചോണ്ട് പറയും, എവിടുന്ന്, അവക്കൊരു ഭ്രാന്തും ഇല്ല. ഭ്രാന്ത് വരാനുള്ള മരുന്ന് ഞാൻ കൊടുത്തതാ. അങ്ങനെ അവിടെ തല ഇളകുകയും ചെയ്തു. പക്ഷേ വക്കീലെ, എൻ്റെ കാലക്കേടിന് അവളത് കണ്ടുപിടിച്ചു. അവളങ്ങനെ അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ ഭ്രാന്തിയാക്കി മാറ്റിയേനെ. ഈ രുക്മിണി ആരാന്ന് വിചാരിച്ച് വക്കീല് പറ, പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഗുണ്ടകളെ വെച്ച് പിരിവ് നടത്തുന്ന രുക്മിണി അത്ര നിസ്സാരക്കാരിയൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അല്ല രുക്മിണി, ആ പെങ്കൊച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണല്ലോ, പിന്നെ എന്തിനാ ആ പെങ്കൊച്ചിനോട് ഇത്ര വലിയ വൈരാഗ്യം? ഒരു കൾച്ചറില്ലാത്ത ഫാമിലിയാ വക്കീലെ. എൻ്റെ തറവാടിൻ്റെ പാരമ്പര്യമൊന്നും ഇവക്ക് ഇല്ലെന്നേ. അല്ല, അതിന് രുക്മിണിയുടെ തറവാട് ഏതാ? അയ്യോ വക്കീലിനറിയില്ലേ, വിളപ്പിൽ വില ഫാമിലി. അങ്ങ് പേര് കേട്ട ഫാമിലിയല്ലേ, വക്കീലെന്താ കേട്ടിട്ടില്ലേ? അപ്പോൾ മദ്യലഹരിയെ ആടി ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. വക്കീല് കണ്ടിട്ട് ചോദിക്കുക, രുക്മിണി, ഹരീഷ് മദ്യപിക്കുവോ? അതിനവന് മനപ്രയാസമല്ലേ, പിന്നെ ഇപ്പം മദ്യപിക്കാനുള്ള സാഹചര്യമൊക്കെ ഞാൻ അവന് ഒരുക്കി കൊടുത്തിരിക്കുക. ഈ അവസരം വക്കീൽ മാക്സിമം ഉപയോഗപ്പെടുത്തണം. അവനെ കൊണ്ട് ഒപ്പിടിക്കുന്നത് ഞാൻ വക്കീലിനെ ഏൽപ്പിക്കുക. ആടി വരുന്ന ഹരീഷിനെ എളുപ്പം പോയി പിടിച്ചിട്ട് രുക്മിണി പറയാം, അയ്യോ എൻ്റെ പൊന്നു മോനിങ്ങോട്ട് വന്നേ. എൻ്റെ വക്കീൽ എത്ര നേരം കൊണ്ട് മോനെ കാത്തിരിക്കുക. അയ്യോ സോറി വക്കീലെ എന്നും പറഞ്ഞ് ആടി ഓലഞ്ഞതാണ്ട് അവനോട് ഇരിക്കുക.
അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു. ഞാൻ ആ ഹരീഷെ പറഞ്ഞത് രുക്മിണിയോട് ഇപ്പോൾ വിളിക്കേണ്ട, ഹരീഷ് ഇനി വല്ല അത്യാവശ്യ കാര്യത്തിനും പോയതാണെങ്കിലോ എന്ന്. അങ്ങനെ ഒരു അത്യാവശ്യം ഇല്ല വക്കീലെ. പിന്നെ എങ്ങനെയാ ഹരീഷെ? ഞാൻ തൻ്റെ ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കിയാണ് വന്നിരിക്കുന്നത്. ഹരീഷിൻ്റെ തീരുമാനം എന്താ? ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുക. രുക്മിണി ഇങ്ങനെ കണ്ണു കാണിക്കുന്ന വക്കീലിനെ എരികൂട്ടിക്കൊടുത്ത് എങ്ങനെങ്കിലും ഇത് സാധിക്കും എന്നുള്ള ഭാവത്തിൽ. ഭാര്യയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഭ്രാന്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹരീഷേ? ഈ മെൻ്റൽ ഡിസബിലിറ്റി എന്നൊക്കെ പറയുന്നതേ അങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ വലിയ പാടാണ്. ഭ്രാന്തുള്ളവരോടുള്ള ജീവിതം വളരെ ദുഷ്കരവുമാണ്. ഉറക്കത്തിൽ പോലും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഈ കാട്ടുമൃഗങ്ങളുടെ ജീവിതം പോലെ എപ്പോഴാണ് നമ്മൾ കൊല്ലപ്പെടുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ദയാളും കൂട്ടുകാരും കൂടെ ഹരീഷിനെ ഒരു ന്യൂസ് വായിച്ച് കേൾപ്പിച്ചിരുന്നു. മാനസിക രോഗിയായ മരുമകൾ അമ്മായിയമ്മ ഉറങ്ങിക്കിടന്നപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നു. അത് പെട്ടെന്ന് തണ്ട ഹരീഷിൻ്റെ മനസ്സിലോട്ട് വരുവാണ്. വക്കീൽ വിടാൻ ഭാവമില്ല. ഹരീഷ്, ഇത്തരം പെൺകുട്ടികൾക്ക് ശത്രുത അമ്മായിയമ്മമാരോടായിരിക്കും. ഇങ്ങനത്തെ ഈ മാരേജ് ലൈഫ് തുടർന്നു പോയാൽ ശ്രീലക്ഷ്മി ചിലപ്പോൾ രുക്മിണിയെ കൊല്ലും. ഇതിലൊരു സംശയം വേണ്ട ഹരീഷ്. രുക്മിണി ചെറിയ തട്ടിപ്പും കളികളൊന്നും അല്ലല്ലോ കാണിച്ചിരിക്കുന്നത്. ഒരു തള്ളയെ വേഷം കെട്ടിച്ച് ആദ്യം അഭിനയിപ്പിച്ച് പെട്ടെന്ന് ഹരീഷിൻ്റെ മനസ്സിലോട്ട് അത് ഓർമ്മ വരുവാണ്. മരുമകൾ എന്നെ പൂട്ടിയിട്ടിരിക്കുക മോനെ, ആഹാരം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഹരീഷിൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തുക. അതൊക്കെയായിരുന്നു രുക്മിണിയുടെ ആവശ്യവും. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് വലുതായിട്ട് എനിക്ക് ലോകത്തൊന്നുമില്ല. എൻ്റെ അമ്മയുടെ ജീവൻ ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അമ്മയില്ലാത്ത ഒരു ലോകം എനിക്കില്ല. എൻ്റെ ഈ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അമ്മയുടെ ഈ ജീവന് വേണ്ടി ഞാൻ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാം. അതിന് വലുത് എനിക്ക് ഒന്നുമില്ല വക്കീലെ. ആ പേപ്പറിഞ്ഞോട്ട് താ വക്കീലെ, ഞാൻ ഒപ്പിടട്ടെ. രുക്മിണി പെട്ടെന്ന് കണ്ണു കാണിക്കുക. കൊടുക്ക് വക്കീലെ, എളുപ്പം. ദാണ്ട് ഇതിനകത്ത് ഒപ്പിട്, ദാണ്ട് ഇവിടൊക്കെ ഒപ്പിട് എന്നും പറഞ്ഞാൽ വക്കീൽ കാണിച്ചു കൊടുക്കുന്നിടത്തൊക്കെ ദാണ്ട് ആ ഹരീഷ് സൈൻ ചെയ്യുവാണ്. അങ്ങനെ രുക്മിണിക്കും വക്കീലിനും വലിയ സന്തോഷമായി. പൊട്ടൻ ഹരീഷ് പറയാം, വക്കീലെ എന്നാൽ ഞാൻ പോയെന്ന് കിടന്നോട്ടെ. അതിനെന്താ, ഹരീഷിനി പോയി കിടന്നോ, ഞാൻ എത്രയും പെട്ടെന്ന് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ രുക്മിണി എന്നും പറഞ്ഞ് വക്കീലും പോവുകയാണ്. അങ്ങനെ രുക്മിണി വിജയശ്രീ ലാളിതയായി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നെഞ്ചത്ത് കൈവച്ചിട്ട്, എൻ്റെ ഭഗവാനെ, നീ അവസാനം എന്നെ രക്ഷിച്ചല്ലോ. ഏത് ഭഗവാനാണ് ഇവളെ രക്ഷിക്കുന്നത്? രുക്മിണി പെട്ടെന്ന് ദയാളിനെയും കൂട്ടുകാരനെയും വിളിച്ചിട്ട് പറയുന്നു, മക്കളെ താങ്ക് യു, മക്കളെ താങ്ക് യു. എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നടാ മോനെ. എൻ്റെ മോൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടടാ. വളരെ സന്തോഷം ആൻറ്റി. പക്ഷേ ഞങ്ങളെ മറക്കല്ലേ. അത് കൊള്ളാം, നിങ്ങളെ ഞാൻ മറക്കുവോടാ. എനിക്കിനി ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്തും. ഈ രുക്മിണിയോടാ അവരുടെ കളി. ഋതികയാകെ മൂഡ് ഓഫിലും ദേഷ്യത്തിലും കയറി വരിക. രാജു പറ, ഋതു നീ ആകെ മൂഡ് ഓഫാ, ഇപ്പം നീ ഇവിടെ ഒന്നും സംസാരിക്കരുത്. എനിക്കങ്ങനെ ആക്ട് ചെയ്യാനൊന്നും പറ്റില്ല രാജു. എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെൻ്റെ ഫേസിൽ കാണും. പ്ലീസ് ഋതു, നീ മൂഡ് ഓഫ് ആയാൽ ഇവിടെ ഉള്ളവരെല്ലാവരും അത് ശ്രദ്ധിക്കും. പിന്നെ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മളോട് രണ്ടുപേരോട് മാറി മാറി അവർ ചോദിക്കും. പ്രത്യേകിച്ചും അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാൻ ഋതു. ഞാൻ ശ്രമിക്കാൻ രാജു എന്നും പറഞ്ഞ് രണ്ടുപേരും ശ്രീലക്ഷ്മിയുടെ അടുത്തോട്ട് വരിക. ഹൃദയയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്തോ രാജു ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് റൂമിലോട്ട് പോകുന്നുണ്ട്. നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുവാണോ മോളെ? അല്ല ഏട്ടാ, ഞാൻ ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഇരുന്നു പോയതാ. എല്ലാ കാര്യങ്ങളും ശരിയാകും. ഹരീഷ് വളരെ നല്ലവനാ. അവന് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. എന്നോട് ഋതുവിനോട് അവൻ നേരിട്ട് പറഞ്ഞതല്ലേ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് കലക്കല്ലേ മോളെ. വേദനയും സങ്കടമൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോൾ മനസ്സിന് സന്തോഷമായിട്ട് വെക്കാൻ നോക്ക്. പക്ഷെ അതെല്ലാം ശരിയാകുമെന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഒന്നിനും ഒരു സമാധാന വാക്കല്ല മോളെ. നീ സമാധാനത്തോടെ ഇരിക്കുക. ചേട്ടാ, ഹരീഷ് നാളെയെങ്ങാണോ എൻ്റെ അടുത്തോട്ട് വരുമോ? ഉറപ്പായിട്ടും അവൻ ചിലപ്പോൾ വന്നേക്കും മോളെ. സംയുക്ത സന്ധ്യാവിളക്കൊക്കെ കൊളുത്തി സഹോദരങ്ങൾക്ക് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊടുവിക്കുന്നുണ്ട്. താങ്കളോട് പറയുന്ന കാലവർഷമാ മോനെ, നീ പുറത്തോട്ടങ്ങ് ഇറങ്ങല്ലേ. മോന് സുഖമില്ലാത്തതുകൊണ്ട് മോൻ മഴയൊന്നും നനയല്ലേ. സംയുക്തയുടെ മനസ്സിലപ്പോൾ പ്രതാപനുമായിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പണി നോക്കാൻ പോയപ്പോൾ അവിടെ കാല് തട്ടി വീഴാനൊരുങ്ങിയപ്പോൾ പ്രതാപൻ പെട്ടെന്ന് കയറി പിടിച്ചതും ആ രംഗമൊക്കെ അങ്ങോട്ട് മനസ്സിലോട്ട് ഓടിയെത്തുവാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, എങ്ങോട്ടായി പോക്ക്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സംയുക്ത പെട്ടെന്ന് ഫോൺ എടുത്ത് അമ്പിയെ വിളിക്കുക. അമ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷം, എല്ലാം കൊണ്ട് നേടിയ ഒരു ഭാവത്തിൽ. സംയുക്ത, ഞാൻ നിൻ്റെ വിളി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. സംയുക്ത സങ്കടത്തോടെ പറയാം, അമ്പിയേച്ചി, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ പോവാ. എന്ത് സീരിയസാ സംയുക്തെ? നമുക്ക് ഈ ഡ്രാമ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് മടുത്തു ചേച്ചി. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം പ്രതാപവർമ്മ സാറിനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അതിനെന്താ, പറഞ്ഞോ. നീ പറഞ്ഞിട്ടേ പ്രതാപനെ ചീറ്റ് ചെയ്ത കേസിൽ പിന്നെ നീ എവിടെ പോയാ ഒളിക്കുന്നേ?
ചന്ദ്രനിലോ ചൊവ്വായിലോ മറ്റോ ആണോ പോകുന്നത്? ചേച്ചി, എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. എന്താടി നീ പറയുന്നത്? നിനക്ക് സ്വസ്ഥതയില്ലെന്നോ? നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നീ സ്വപ്നം കണ്ട ആളല്ലേ നിന്നെ തേടി വന്നിരിക്കുന്നത്. നീ മനസ്സിൽ കൊണ്ടു നടന്ന ആളല്ലേ പ്രതാപൻ. ചേച്ചി, അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. വർമ്മസാറിന് പോലും അറിയാത്ത എൻ്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു സ്വപ്നം, ഒരവിവേകം, അങ്ങനെ ഒരു സ്വപ്നം കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ചേച്ചി തന്നെ അല്ലേ? ഇനി എന്നെ വെച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചി. ചേച്ചി എന്നെയും അവരെയും ഒന്ന് വെറുതെ വിട്. എടീ, മിണ്ടിപ്പോരും നീ. ഞാൻ പറഞ്ഞ പണി മര്യാദയ്ക്ക് നീ ചെയ്തില്ലെങ്കിലേ ഹാർട്ട് പേഷ്യൻ്റായ നിന്റെ അനിയൻ ചെറുക്കനെയും അനിയത്തിയെയും അപ്പൂപ്പനെയും എല്ലാത്തിനും ഞാനങ്ങ് ചുട്ടുകളയും. ഒടുവിൽ നിന്റെ മനയ്ക്ക് ഞാനങ്ങ് തീ കൊളുത്തുകയും ചെയ്യും. പറഞ്ഞേക്കാൻ കേട്ടല്ലോടി എന്നും പറഞ്ഞ അംബിക ദേഷ്യത്തോടെ ഫോണും കട്ടിയോ. സംയുക്ത ഫോണും പിടിച്ചോണ്ട് നിന്ന് കരയുക. ആ പിള്ളേരങ്ങോട്ട് വന്ന് ചോദിക്കുക, വല്യേച്ചി എന്തിനാ കരഞ്ഞ്? അയ്യോ, ഞാൻ കരഞ്ഞെന്ന. ചേച്ചി കള്ളം പറയരുത്. ഞാനും നാണ്ട കൊച്ചിയേച്ചിയും കണ്ട് വല്യേച്ചി കരയുന്നത്. അതെൻ്റെ കണ്ണിലൊരു പൊടി പോയതാ. നിങ്ങൾ വന്നേ, ഞാൻ നിങ്ങൾക്ക് അത്താഴം വിളമ്പിത്തരാം. അത്താഴം കഴിക്കാൻ അപ്പൂപ്പൻ വന്നില്ലല്ലോ. ഇന്ന് അമ്പലത്തിൽ ഹോമപൂജയുണ്ട്, അതുകൊണ്ട് അപ്പൂപ്പൻ വരാൻ താമസിക്കും. പ്രതാപൻ റൂമിൽ തലയ്ക്ക് കൈയും കൊടുത്ത് എന്തോ ആലോചിക്കുക. അംബിക കതവ് തുറന്നങ്ങോട്ട് ചെല്ലുവാണ്. എന്താ മോനെ, ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചിച്ച് കൂട്ടുവാണല്ലോ. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണല്ലോ ചേച്ചി പല ആലോചനകളും ഉണ്ടാകുന്നത്. മുമ്പൊന്നും എനിക്കിത്ര ഏകാന്തതയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ രാഷ്ട്രീയ നേതാവും മന്ത്രിയൊക്കെ ആയിരുന്നു. മിക്കപ്പോഴും ജനങ്ങൾക്കിടയിലും വലിയ തിരക്കിലുമായിരുന്നു. അതിന് പ്രതാപ, നിന്റെ കയ്യിലോട്ട് വന്ന മുഖ്യമന്ത്രി പദവി നീ വേണ്ടാന്ന് വെച്ചതല്ലേ? അതൊന്നും വേണ്ട ചേച്ചി. കുറച്ചു കാലം ഞാൻ കുടുംബത്തോടെ ജീവിക്കാൻ വേണ്ടി തന്നെയാ ആ പദവിയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അതിനിപ്പം മോനെ നീ കുടുംബത്തോടെ തന്നെയല്ലേ? അതേ ചേച്ചി, അതിലാ ഞാനിപ്പോൾ ആനന്ദം കണ്ടെത്തുന്നത്. പക്ഷെ രാജുവും ഹൃതിയും എനിക്ക് എപ്പോഴും ഇവിടെ വേണം. അല്ലെങ്കിൽ ഈ വീട്ടിൽ വല്ലാത്തൊരു മൂകത. ആരോടാടാ പൊട്ടം പ്രതാപ നീ പറയുന്നത്? അവരെ രണ്ടുപേരെയും കൊന്നുകളയാൻ നോക്കി നടക്കുന്ന അംബികയോടാ പറയുന്നത്. അംബിക മനസ്സിൽ പറയാം, സ്വന്തം മകളല്ലെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ചിട്ട് പോലും ഇവൻ അവളെ മറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇരിയടാ, ഞാൻ ശരിയാക്കി തരാം. ചേച്ചി എന്താ ആലോചിക്കുന്നേ? എനിക്ക് മനസ്സിലായി ചേച്ചി. അവളുടെ പേര് പറയുന്നതന്നെ ചേച്ചിക്ക് ദേഷ്യമാണല്ലോ. എനിക്കിപ്പോൾ അങ്ങനെ ഒന്നുമില്ല പ്രതാപ. അവനും അവളും കൂടെ എപ്പോഴെങ്കിലും എന്നോട് ആവശ്യമില്ലാതെ വഴക്കിനൊക്കെ വരുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. അതാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനതങ്ങ് മറക്കും. എന്തൊക്കെയായാലും അവൾ എൻ്റെ കൂടെ വളർത്തുമകളല്ലേ മോനെ. ചേച്ചി അവളെ മകളെ പോലെ തന്നെ കരുതണം. എനിക്കെപ്പോഴും അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്നൊരു തോന്നൽ. അയ്യോ, എനിക്കും അങ്ങനെ തന്നെയാണ് പ്രതാപ. കാര്യമൊക്കെ ഞാൻ അങ്ങനെ വഴക്ക് കൂടുന്നേ ഉള്ളു. എൻ്റെ മനസ്സിലൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവരുത് ചേച്ചി. അവരെ മറക്കുകയോ വെറുക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് എൻ്റെ മരുമകൻ രാജുവിന്. അവൻ എന്ത് സ്നേഹമുള്ളവനാണെന്നറിയാവോ? സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ മരുമകൻ. എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റ് അവൻ. അംബിക മനസ്സിൽ വീണ്ടും പറയാം, നിൻ്റെയും മരുമകൻ പുന്നാരം ഉണ്ടല്ലോടാ, അത് ഞാൻ താമസിപ്പിക്കാതെ അവസാനിപ്പിച്ച് തരാവടാ. എനിക്കറിയില്ല ചേച്ചി, രാജുവിനെ ഹൃതിയെ എനിക്ക് എപ്പോഴും കാണണമെന്നുള്ള തോന്നൽ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പ്രതാപ? രാജുവിന് അവൻ്റെ വീട്ടിൽ പോണം. എൻ്റെ ആഗ്രഹം മാത്രമല്ലേ ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. വല്യമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് ദീപക് അങ്ങോട്ട് വരിക. ഒട്ടും ഇഷ്ടമില്ലാത്ത ഭാവത്തിൽ പ്രതാപൻ, നിന്റെ പണിഷ്മെൻ്റ് ഒന്നും തീർന്നിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? നിന്റെ മുറി അപ്പുറത്തല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നേ? ബെഡ്ഷീറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ അമ്മയോട് ചോദിക്കാൻ വന്നതാ. അവിടെ തറയിൽ കിടന്നിട്ട് വല്ലാത്ത തണുക്കുന്നു. അമ്മയെ ബെഡ്ഷീറ്റ് എടാ വെച്ചിരിക്കുന്നത്? അത് ഹോളിൽ അലമാരയിലുണ്ട്. ചങ്ക് പൊട്ടിയിരിക്കുന്ന അംബികയോട് പ്രതാപം പറയും, എന്തായാലും ആ പണിഷ്മെൻ്റ് ഏറ്റിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവനൊരു ചെറിയ മയമൊക്കെ വന്നിട്ടുണ്ട്. മാറ്റം വരും പ്രതാപ. അവൻ കൊച്ചല്ലേ? അതെ, ഇവനെ വഷളാക്കുന്ന ഈ ഞാനാണെന്നോ അല്ല ഇവൻ വല്ലോ അറിയുന്നുണ്ടോ? അംബിക മനസ്സിൽ പറയുക. ദീപക്കിൻ്റെ കാര്യത്തിൽ ഗൗരവമുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയമായിട്ടുണ്ട് പ്രതാപ. അവൻ നന്നാകണം ചേച്ചി, അത് മാത്രമേ എനിക്കും ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഹരീഷ് കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയൊക്കെ കെട്ടടങ്ങിയെന്നാ തോന്നുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് സോഫയിലിരുന്ന് ആ കൂട്ടുകാരന്മാരോടൊപ്പം ഇരുന്ന് മദ്യം കുടിച്ചതൊക്കെ ഓർക്കുക. അതിനുശേഷം ആ തള്ളയെ കണ്ടതും വക്കീൽ വന്നതും വക്കീൽ പറഞ്ഞെടുത്തൊക്കെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടതും എല്ലാം അവൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തുവാണ്. രുക്മിണി എന്തോ പലിശക്കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ഹരീഷ് അവൻ്റെ അടുത്തോട്ട് ചെല്ലുക. മോനെ, ഞാൻ 1-2 പ്രാവശ്യം നിന്നെ വന്ന് നോക്കി. അപ്പോഴൊക്കെ നീ നല്ല ഉറക്കമായിരുന്നു. പിന്നെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെന്ന് ഞാനും കരുതി. മനസമാധാനത്തോടെ നീ ഉറങ്ങിയിട്ട് എത്ര നാളായിടാ. സോറി അമ്മേ, മനസ്സിൻ്റെ പ്രയാസം കൊണ്ട്. അതിന് ഞാൻ അമ്മ വഴക്ക് പറഞ്ഞില്ലല്ലോ മോനെ. എൻ്റെ മോനെ എനിക്കറിയാവുന്നതല്ലേ. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും മൂക്കറ്റം കുടിച്ചു പോവുകടാ. കുടിക്കണമെന്ന് കരുതി പോയതല്ലമ്മേ, പറ്റിപ്പോവും മോനെ. അതല്ലേ എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ പൊന്നുമോൻ ഇതൊക്കെ സഹിക്കുന്നുമുണ്ട്, ഇതിനെയൊക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. മോനെ, ഈ അമ്മ ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അമ്മേ? ഇന്നലത്തെ കാര്യം വല്ലതും മോൻ ഓർക്കുന്നുണ്ടോ? എന്താ അമ്മ തന്നെ പറ. ഇന്നലെ വക്കീൽ കൊണ്ടുവന്ന ഡിവോഴ്സ് പേപ്പറിൽ മോൻ ഒപ്പിട്ട് കൊടുത്തല്ലോ.
അതിന് കള്ളിൻ്റെ ലഹരിയിലെങ്ങാണോ ആണോ എന്നറിയാൻ. അതിന് അങ്ങനെ അല്ലെങ്കിലും പേടിക്കാനൊന്നും ഇല്ല മോനെ. ഞാൻ വക്കീലിനെ വിളിച്ചങ്ങ് പറഞ്ഞേക്കാം ആ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടെന്ന്. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ കള്ളിൻ്റെ ലഹരിയിലൊന്നും അല്ല അതിലൊപ്പിട്ടത്. നല്ല ബോധത്തോടെ തന്നെ രുക്മിണി ഒരു കരച്ചിലൊക്കെ അങ്ങോട്ട് കാഴ്ചവെച്ചിട്ട്, അല്ല മോൻ അതിൽ വല്ല മനപ്രയാസം ഉണ്ടോ? എനിക്ക് മനപ്രയാസമൊക്കെ ഉണ്ട്, പക്ഷേ അത് അവളുടെ കാര്യത്തിലാണ്. എന്ന് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ? വിഷമിക്കാനല്ലേ പറ്റൂ. അവളൊരു രോഗിയായി പോയില്ലേ? മറ്റേത് രോഗമാണെങ്കിലും ക്ഷമിക്കാം, ഇത് മനോരോഗമായി പോയില്ലേ? അതേ മോനെ, അതാ കുഴപ്പം. എൻ്റെ പൊന്നു മോനെ, നമ്മളിൽ ഒരാളെ അവൾ കൊല്ലും, അത് ഉറപ്പാ മോനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പെണ്ണിന് പെണ്ണ് തന്നെയാണ് എതിരിയെന്ന് പറയുന്നത് സത്യമാണ്. ഒരമ്മ സ്വന്തം മകനോട് കാണിച്ച ക്രൂരത കണ്ടോ? ഒരു പെണ്ണെന്ന് പറയാൻ പോലും ഈ രുക്മിണിയെ നമുക്ക് അറപ്പാണ്. രുക്മിണി കാണിച്ച ഈ മഹാപാവത്തിന് എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ? 2 കൈയും തലയിൽ വെച്ച് രുക്മിണി തന്നെ ഭ്രാന്തിയായിട്ട് അലയേണ്ടി വരും. നല്ലവരിൽ നല്ലവനായ ആ വേണുവേട്ടനെയും രാധമ്മയും സങ്കടപ്പെടുത്തിയതിനുള്ള ശിക്ഷ എന്തായാലും രുക്മിണിക്ക് കിട്ടും. ഇനി എന്തായിരിക്കും ഹരീഷ് സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയോട് കാണിക്കാൻ പോകുന്ന ക്രൂരത എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.